ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ഫുൾ ഡേ വീഡിയോ ആണ് കേട്ടോ. ഫുൾ ഡേ റുട്ടീനും കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല അടിപൊളി റെസിപ്പീസും കുറച്ചധികം വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടുവെക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടനോടൊന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇതാ നമ്മളെ പതിവ് പോലെ തന്നെ 4 മണിയപ്പോൾ ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമസ്കാരവും കാര്യങ്ങളും ചെറുതായിട്ടുള്ള എക്സസൈസും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നൊരു മഴ ദിവസം തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ എന്നത്തെയും പോലത്തെ തന്നെ ഒരു രാവിലത്തെ ഒരു ക്വിക്ക് ക്ലീനിങ് ആണ് കേട്ടോ. ഒരു 10 മിനിറ്റ് എടുക്കുന്നൊരു ക്ലീനിങ് ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യട്ടെ. അപ്പോൾ ആദ്യം തന്നെ ബെഡൊക്കെ ഒന്ന് വിരിച്ച് ഒന്ന് ക്ലീൻ ആക്കിയിടട്ടെ കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ടേ, ഞാൻ ഈ ഒരു ബെഡൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവാണ്. കാര്യം റഫീഖക്ക് നടുവേദന ഉണ്ടെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മളൊരു ബെഡ് ഓർഡർ ആക്കിയിട്ടുണ്ട് കേട്ടോ. സാധാരണ ബെഡ് ഇങ്ങനെ കുഴിഞ്ഞു പോകുന്നതുകൊണ്ട് നടുവേദനക്കാർക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഇത് കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ ഇതാ എമ്മ ജർമ്മൻ ബ്രാൻഡാണ് കേട്ടോ. എമ്മ മാട്രസാണ് ഇത്. ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് ഓർഡർ ആക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഇതിന് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഇതൊരു ബെഡാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല. അത്രയും ചെറിയൊരു പാക്കിൽ നല്ല ഈസി ആയിട്ട് നമുക്കിങ്ങനെ ബെഡിലേക്ക് വെക്കാനും അതായത് കട്ടിലേക്ക് വെക്കാനും എല്ലാം പറ്റും കേട്ടോ. നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഇത് നമ്മൾ ഓപ്പൺ ആക്കുന്നത് ഇവരുടെ തന്നെ ഒരു കട്ടർ അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ബെഡിലേക്കൊന്നും തട്ടാത്ത രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ നല്ല പഫ് പോലെ ആയിട്ട് വരും കേട്ടോ. ഇത് കണ്ടില്ലേ? ഈ ഒരു ബെഡിൽ 5 ലെയറാണ് കേട്ടോ വരുന്നത്. നല്ല സോഫ്റ്റാണ്, കിടക്കാനും നല്ല സുഖമുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫസ്റ്റ് ലെയർ വരുന്നത് എമ്മ അൾട്രാ ഡ്രൈ ഒറിജിനൽ കവർ. ഇത് ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനും അതുപോലെ ഏത് കാലാവസ്ഥയിലും നല്ല കൂൾ ആൻഡ് കംഫർട്ടായിട്ട് നിൽക്കാനും ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് പോയിൻ്റ് ഇലാസ്റ്റിക് എയർഗോ സെൽ. ഇത് നമ്മുടെ ബോഡിയിൽ ചൂട് പുറന്തള്ളാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് എമ്മ എഡ്ജ് സപ്പോർട്ട്. ഇതിൻ്റെ എഡ്ജ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമുക്ക് രാത്രിയിൽ കംഫർട്ടായിട്ട് താഴെ വീഴാതെ കിടക്കാനും അതുപോലെ രാവിലെ സുഖമായിട്ട് ഇരിക്കാനും പറ്റുന്ന രീതിയിലാണ് കേട്ടോ. പിന്നെ ഈ ബെഡിൻ്റെ സൈഡിലായിട്ട് 2 ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടിലും പിടിച്ചിട്ട് നമുക്ക് ഈ ബെഡ് പൊക്കാനും പൊസിഷൻ മാറ്റാനും ഒക്കെ നല്ല ഈസിയാണ് കേട്ടോ. നെക്സ്റ്റ് ലെയർ എർഗണോമിക് ആൻഡ് മോഷൻ ഐസൊലേറ്റിംഗ് ഹാലോ മെമ്മറി ഫോം. ഇതിൻ്റെ ഒരു ഓർത്തോപീഡിക് ഡിസൈന് സ്പൈനും അതുപോലെ ഷോൾഡറിനും പ്രഷർ വരാത്ത രീതിയിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എമ്മ HRX സുപ്രീം ഫോം. ഈ ഒരു ഹൈ റെസിലൻസി എക്സ്ട്രാ ഫോം നമ്മുടെ വെയിറ്റ് ഈവനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ 100 ദിവസത്തെ ട്രയൽ സ്ലീപ്പിന് ശേഷം നമ്മൾ കംഫർട്ടല്ല, ഈ ബെഡിൽ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് റിട്ടേൺ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടി ഉണ്ട് കേട്ടോ. എമ്മ മാട്രസ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാണ് കേട്ടോ അവരുടെ വെബ്സൈറ്റ് www.emmasleep.in എന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബെഡ് ഇഷ്ടമുള്ള സൈസിൽ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഓൾറെഡി 55% വരെ ഓഫറിലാണ് എമ്മ മാട്രസ് ഇപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്സ്ട്രാ ഒരു 15% കൂടെ ഓഫർ ലഭിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു കൂപ്പൺ കോഡായിട്ടുള്ള JM60 ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. യൂസ് ചെയ്താൽ മതി. പിന്നെ 15 ഇയർ വാറൻറ്റി ഉണ്ട് എമ്മ മാട്രസിന്. ഓണത്തിൻ്റെ നല്ല സെയിലും ഇപ്പോൾ നടക്കുന്നുണ്ട് കേട്ടോ ഇവരുടെ വെബ്സൈറ്റിൽ. മാത്രമല്ല ഫ്രീ ഫാസ്റ്റ് ഷിപ്പിങ്ങും നോ കോസ്റ്റ് EMI ഓപ്ഷനും കൂടെ ഉണ്ട് കേട്ടോ. മാട്രസ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും എമ്മ മാട്രസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ ആവശ്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ രാവിലെ ബെഡും അതുപോലെ തന്നെ ഹാളും ലിവിങ്ങും അതുപോലെ തന്നെ ഇതും ഒരു മെയിൻ സ്ഥലമാണ് കേട്ടോ. നമ്മൾ സിറ്റ് ഔട്ടിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെയുള്ള ചെയർ ഈ ടിപ്പോയി ആയിട്ടുള്ള ആ ഒരു സംഭവം അതൊന്ന് ഫ്രഷാക്കി ഇടലുണ്ട് കേട്ടോ. കാര്യം നമ്മൾ ഒരാൾ കയറി വരുമ്പോൾ ആ ഫ്രണ്ടിലുള്ള ആ ഒരു സംഭവമല്ലേ, നമ്മൾ സ്വീകരിക്കുന്ന ആ ഒരു ഭാഗമല്ലേ, അത് നീറ്റായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ അവിടെ കാണുമ്പോൾ തന്നെ നമ്മളാ ഒരു വീടിൻ്റെ നീറ്റ്നെസ്സും കാര്യങ്ങളും നമ്മളാ ഒരു ചിട്ടയും ആ ഒരു വീടിൻ്റെ ഒരു ഒതുക്കവും നമ്മളെ ഒരു ഒതുക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് നല്ല ഭംഗിയിൽ അത് അവിടെ നിന്നേ ഭംഗിയുണ്ടെങ്കിൽ ഉൾഭാഗത്തും നല്ല നീറ്റായിട്ടിരിക്കട്ടെ, നല്ല ഭംഗി ഉണ്ടാവും തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പം ഞാൻ അവിടെ രാവിലെ അധികവും നമ്മുടെ സിറ്റ് ഔട്ടും
പിന്നെ പുറം ഇറങ്ങുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ അവിടെ നീറ്റാക്കി വെക്കട്ടെ. അതായത് ചെരുപ്പെല്ലാം ഇങ്ങനെ അലങ്കോലമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഓർഡറിൽ എടുത്ത് വെച്ച് റാക്കിലേക്ക് എടുത്ത് വെച്ച് അങ്ങനെ അത് ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. എപ്പോഴും കുറേ ചെരുപ്പുകളൊക്കെ നമ്മളിങ്ങനെ വാരി വലിച്ചിടാതെ അത് ശ്രദ്ധിക്കുക. ഒരാൾ കയറി വരുമ്പോൾ തന്നെ ഭയങ്കര അലങ്കോലമായിട്ട് നമ്മളെ സിറ്റ് ഔട്ട് ഇരിക്കുമ്പോൾ അതൊരു ഭംഗിയില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് ദോശയാണ് കേട്ടോ. അപ്പോൾ ദോശക്കൊക്കെ പച്ചരി രാത്രി തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2 മണിക്കൂർ 2-3 മണിക്കൂർ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്താൽ മതി. സാധാ പച്ചവെള്ളത്തിൽ പച്ചരി അത് കുതിർത്ത് ഞാൻ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട്, അതായത് 1/2 ഗ്ലാസ്സൊക്കെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരച്ചെടുത്ത ഉടനെ ഞാൻ ആ മിക്സിയൊക്കെ ഒന്ന് തുടച്ച് അത് അപ്പോൾ തന്നെ എടുത്തെടുത്തേക്ക് തന്നെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യം ഇങ്ങനെ മിക്സീൻ്റെ മുകളിൽ ഇങ്ങനെ കവർ ചെയ്തിട്ടൊരു ക്ലോത്ത് ഇടുകയായിരുന്നു. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അതെന്താണെന്ന് പറയുമ്പോൾ, ഞാൻ കൗണ്ടർ ടോപ്പിലൊക്കെ വെക്കുന്ന സമയത്ത് പൊടികളെല്ലാം ഉള്ളിലേക്ക് ആവണ്ട, നാശാവണ്ട, അങ്ങനെ പൊടി പിടിച്ച് മോശമാവണ്ട, പിന്നെ ആ ഒരു ക്ലോത്ത് വെച്ചിട്ട് നമുക്കത് വേഗം ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയായിരുന്നു. ഇപ്പം ഞാൻ കബോർഡിൻ്റെ ഉള്ളിലാണ് കേട്ടോ വെക്കൽ. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് അപ്പം തന്നെ തുടച്ചിട്ട് അങ്ങ് എടുത്ത് വെക്കാൻ കേട്ടോ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു ഗ്ലാസ് നിങ്ങൾ കപ്പളവ് എടുക്കേണ്ട, 1 ഗ്ലാസ് അരിയാണ് എടുത്തതെന്ന് വിചാരിക്കുക. ആ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നിങ്ങൾ പച്ചരി അരച്ചെടുക്കുക കേട്ടോ. ഈ ദോശ നമുക്ക് കോമൺ ആണ്, പക്ഷേ ചിലർക്കൊന്നും ഇതിൻ്റെ കൺസിസ്റ്റൻസി റെഡി ആവുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് പറയുന്നത് കേട്ടോ. എന്നിട്ട് അരച്ചെടുത്തതിന് ശേഷം ഞാൻ വീണ്ടും 1 ഗ്ലാസ് കൂടെ വെള്ളം, ഞാനൊരു കപ്പളവാണ് എടുത്തത്, അപ്പോൾ അതുകൊണ്ട് 1 കപ്പും കൂടെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് മൊത്തം ഞാൻ 2 കപ്പ്, അതായത് 1 കപ്പ് അതായത് 1 ഗ്ലാസ് പച്ചരി അരച്ചതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം വീണ്ടും 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ലൂസാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു ലൂസ് ബാറ്റർ കേട്ടോ വേണ്ടത്. അപ്പം ഞാനിത് കറക്റ്റ് പറഞ്ഞത് നിങ്ങൾക്ക് ഫ്ലോപ്പ് ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ അയൺ പാനിലാട്ടോ നമ്മളിത് ചുട്ടെടുക്കുന്നത്. ഇനി ഇതില്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ തവിയായാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലൂസ് ബാറ്റർ ആയിരിക്കും. നന്നായിട്ട് പാന് ചൂടായതിന് ശേഷം, ചട്ടി ചൂടായതിന് ശേഷം ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. തിന്നായിട്ട് ഒഴിച്ചു കൊടുക്കട്ടെ. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം. ജസ്റ്റ് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ കവർ ചെയ്ത് വെക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മിനിറ്റ് പോലും വേണ്ട കേട്ടോ, സെക്കൻഡുകൾ മതി. മുകൾ ഭാഗം ഒന്ന് ആറി കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഓപ്പൺ ആക്കിയിട്ട് സൈഡ് ഒന്നിങ്ങനെ ഓടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഈസി ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ റെസിപ്പി പറയുന്നത് കേട്ടിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ എന്താ റെസിപ്പി പറയുന്നതെന്ന് വിചാരിക്കേണ്ട കേട്ടോ. അറിയാത്തവർ ഒരുപാട് പേരുണ്ട്, അവർക്കാണ് കറക്റ്റ് കിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാട്ടോ ഞാൻ കറക്റ്റായിട്ട് മെഷർമെൻറ്റ് അടക്കം പറഞ്ഞത്. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് കറിയായിട്ട് ഞാൻ ഇന്നലെ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അപ്പോൾ ഉമ്മ വന്നപ്പോൾ നമ്മൾ നെയ്ച്ചോറും മട്ടൻ ഗ്രേവിയും ബീഫ് വരട്ടൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ ഇന്ന് രാവിലത്തേക്ക്. അപ്പോൾ റഫീഖക്ക് ഞാൻ ഫുഡ് കൊടുത്തു. കുറച്ച് മട്ടൻ്റെ ഗ്രേവിയും നല്ല ടേസ്റ്റ് ആട്ടോ മട്ടൻ. അങ്ങനെ വെച്ചാൽ മട്ടനും ബീഫൊക്കെ. അപ്പോൾ അത് ഞാനൊരു ദിവസം റെസിപ്പി ആയിട്ട് കാണിക്കാം. അങ്ങനെ റഫീഖക്ക് ഫുഡ് കൊടുത്തു. നമ്മൾ ദോശയെല്ലാം ചുട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളും ഫുഡ് കഴിക്കാം കേട്ടോ. ഇത് കുറച്ച് ബീഫ് വരട്ടും ബാക്കിയുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ഒക്കെ ആക്കിയിട്ട് ഇന്ന് ഒപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇനി ഉച്ചക്കത്തേക്ക് എന്തായാലും ലഞ്ചും കാര്യങ്ങളൊക്കെ ആക്കണം. അപ്പോൾ റഫീഖ പോയി. ഇനിയിപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, എന്തായാലും റഫീഖ ഉച്ചക്കത്തേക്ക് വരും കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച ശരിക്കും വേഗം ജോലികൾ തീർക്കും കേട്ടോ. കാരണം നമുക്ക് പ്രാർത്ഥനയ്ക്കും കാര്യങ്ങൾക്കൊക്കെ ഉച്ചക്ക് സാധാരണ നിസ്കരിക്കുന്നതിലും കുറച്ച് നേരത്തെ തന്നെ നമ്മൾ നമസ്കാരത്തിനും ഒക്കെ നമ്മൾ കയറും. അങ്ങനെ കുറച്ചൊരു പ്രത്യേകത ഉള്ള ദിവസം കേട്ടോ നമുക്ക്. മാത്രമല്ല എല്ലാ വെള്ളിയാഴ്ച അധിക വീട്ടിലും എന്തെങ്കിലും ഒന്ന് സ്പെഷ്യൽ ഉണ്ടാക്കുമായിരിക്കും കേട്ടോ. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. വെള്ളിയാഴ്ചയാണ് ബിരിയാണി, തേങ്ങാച്ചോറ്, നെയ്ച്ചോറ്, എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട്, അല്ലെങ്കിൽ സാധാ ചോറിൻ്റെ കൂടെ ബീഫോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ തലേ ദിവസം നല്ല ഹെവി ആയിരുന്നു. രാത്രി നമ്മൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നാടൻ ലഞ്ചാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഇന്നലെ ഞാൻ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം രാത്രിയിലേക്ക് ഇങ്ങനെ ഞാൻ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് കട്ടാക്കി റെഡിയാക്കി വെക്കലുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഐറ്റംസ് എല്ലാം കട്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പപ്പായ ഉണ്ട് കേട്ടോ അതിൽ, കർമൂസ. അത് ഉമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഉമ്മ വന്നപ്പോൾ തന്നെ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ഉമ്മ അത് ഉപ്പേരിക്ക് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ബോക്സിൽ ഇട്ട് വന്നിട്ടോ. അത് നല്ല ഉപകാരമായിട്ടോ. അപ്പോൾ അത് ഞാൻ ഉപ്പേരിക്ക് വേണ്ടി അതും എടുത്തിട്ടുണ്ട്.
അപ്പോൾ പുറത്ത് നിങ്ങൾ സൗണ്ട് കേട്ടിട്ടുണ്ടാവും, അത് കല്യാണിച്ചി വന്നിട്ടുണ്ട്. അപ്പോൾ കല്യാണിച്ചി വാവയും വർത്തമാനം പറയുകയാണേ. അങ്ങനെ ഇതാ ചോറ് കുക്കറിൽ ഞാൻ 1.5 കപ്പ് ചോറ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഒരു വിസിലടിച്ചു അപ്പുറത്ത് വെച്ചിട്ട്. അപ്പോൾ കുറച്ച് സമയം വർത്താനം പറയാതിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ആ ചോറ് വിസിൽ വന്നു അത്ര സമയം. ഇനിയിപ്പോൾ ഇതാ വെണ്ടക്ക കറി ആട്ടം ഉണ്ടാക്കും, ഒരു നാടൻ വെണ്ടക്ക കറി. ഇതെൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ കറിയാണ് കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ശരിക്കും ഉമ്മാൻ്റെ കറികളും കാര്യങ്ങളൊക്കെ മിസ്സാവും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പണ്ട് ഭയങ്കര ജാടിയായിരുന്നു കേട്ടോ. വെണ്ടക്ക കറിയൊക്കെ ആകുന്ന സമയത്ത് വെണ്ടയ്ക്കാണ് അന്ന ചോറ് വേണ്ട അതായിരുന്നു. ഇപ്പോൾ ആ ഒരു ടേസ്റ്റും ആ ഒരു കറിയൊക്കെ കിട്ടിയെങ്കിലും ആലോചിക്കട്ടെ ശരിക്കും. അങ്ങനെ ഇതാ ഞാൻ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അതൊന്ന് റോസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്, ഒരു കൊഴുപ്പ് പോകണ്ടേ. ആ ഒരു സമയം കൊണ്ട് ഒരു കുക്കറിലേക്ക് ഞാൻ നമ്മളെ കർമൂസ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പച്ചമുളകും കട്ട് ചെയ്തിട്ട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു 2 വിസിലടുപ്പിച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ട് കേട്ടോ, അപ്പോഴത്തേക്കും നല്ല പെട്ടെന്ന് വേവുന്നതാണ്. ആ ഒരു സമയം കൊണ്ട് നമ്മൾ വെണ്ടക്ക റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ കസ്റ്റേർഡ് പാനാണ് കേട്ടോ. കുറേ പേര് അത് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ആവശ്യമുള്ളവർ വാങ്ങി നോക്കുക കേട്ടോ. നമുക്ക് ആ ഒരു ചീനച്ചട്ടിയിലേന്ന് ഞാൻ ദോശ ഉണ്ടാക്കിയേ അങ്ങനത്തെ ടൈപ്പൊക്കെ ഉണ്ട്. ഈ ഇങ്ങനത്തെ ഇതിലൊക്കെ നമുക്ക് ചൂടാട്ടോ. ഈ വക്ക് കുറച്ച് കുറവുള്ളതൊക്കെ അതിലുണ്ട്. അത് നിങ്ങൾക്കൊന്ന് ഓയിലൊക്കെ ആക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ദോശക്കല്ലൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം, കടായി എല്ലാം യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളത് വാങ്ങുന്ന സമയത്ത് നമ്മൾ ഇൻഡസ് വാലിയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് കൂപ്പൺ കോഡ് യൂസ് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇൻഡസ് വാലീൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കടായി ചട്ടിയൊക്കെ വാങ്ങാനുള്ള ലിങ്ക് തന്നിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ നമ്മൾ വെണ്ടയ്ക്കയിലേക്ക് ഒരു തക്കാളി, ഒരു 2 പച്ചമുളക്, കുറച്ച് ചെമ്മീനൊന്ന് ഞാൻ കഴുകി റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ, ഉണക്കച്ചെമ്മീൻ. അതും ചേർത്ത് കൊടുത്തു. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കട്ടെ. അത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ വറുത്തരച്ചിട്ടാട്ടോ ഇതിലേക്ക് നമ്മൾ പച്ചത്തേങ്ങ ചേർത്ത് കൊടുക്കും. പക്ഷേ വറുത്തരച്ച തേങ്ങ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാട്ടോ വെണ്ടക്ക കറിയിലേക്ക്. പിന്നെ ചെമ്മീനില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ, എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തു എന്നുള്ളൂ. അതിൻ്റെ ഒരു ടേസ്റ്റ് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇനിയിപ്പോൾ ഇതാ സെയിം തവ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. കറിയിലേക്കുള്ള തേങ്ങ ഇതാ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ടാകും. അതിലേക്ക് ഒരു 2-3 ചുവന്നുള്ളിയും ഒരു 3-4 വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് ആ തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് വേണമെങ്കിലും നിങ്ങൾക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക, അപ്പോൾ ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഒരു ഇളം റോസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക, അപ്പോൾ ഒരു വേറെ ടേസ്റ്റാണ് കേട്ടോ കറിക്കുണ്ടാകുക. അതൊക്കെ നമ്മളിഷ്ടമാണ്. പിന്നെ ഉമ്മ ഉണ്ടാക്കുന്ന സമയത്ത് അത്യാവശ്യം ഇങ്ങനെ കളറാക്കി കൊടുക്കും കേട്ടോ, ആ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റാട്ടോ. അപ്പോൾ അങ്ങനെ അതവിടെ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഒരു തക്കാളി വെച്ചിട്ടൊരു പച്ചടി ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ച് കടുകിട്ടു, 2 തക്കാളിയും ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ആ തക്കാളി നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ടൊന്ന് ഉടച്ച് വരട്ടെ കേട്ടോ, ഉടഞ്ഞ് വരട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ സ്പെഷ്യലൊന്നും ആക്കുന്നില്ല, അപ്പോൾ കുറച്ച് കറികളും ഒക്കെ ആയിട്ടൊരു നാടൻ ലഞ്ച് തയ്യാറാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ പഴുത്ത മാങ്ങ വെച്ചിട്ടൊരു പിക്കിളും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. എളുപ്പത്തിലുണ്ടാക്കും, ഒരു 5 മിനിറ്റ് മതിയിട്ട് ഇതൊക്കെ ഉണ്ടായി, തക്കാളി പച്ചടി ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതാ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസ് ചെയ്യുക, ഓയിലായാലും കുഴപ്പമില്ല. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു, കുറച്ച് കടുക് ചേർത്ത് കൊടുത്തു, ഒരു 1/2 ടീസ്പൂൺ കടുക്, ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ പൊടിയാണെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതിയേ. ഞാൻ നമ്മുടെ തക്കാളി പച്ചടിയിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ കറിവേപ്പില പറിച്ച് വെച്ച് തീർന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഇടയിൽ കൂടെ അത് പറിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരു കായത്തിൻ്റെ പീസും കൂടെ ഞാൻ ആ കടുകിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിലേക്ക് കായത്തിൻ്റെ പൊടിയാണെങ്കിലും ഈ സമയത്ത് നിങ്ങൾ ചേർത്ത് കൊടുത്തോ, കരിഞ്ഞു പോകാതെ. ഇനി ഇതാ മാങ്ങ പഴുത്തത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഫുൾ മാങ്ങയായിട്ട് നല്ല മധുരമുള്ള മാങ്ങയാണേ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. ഇനി അതൊരു സൈഡിലേക്കാട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്, കാരണം മുളക് പൊടി കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. മാങ്ങ ആദ്യം ചേർത്ത് കൊടുത്തു, ഇല്ലെങ്കിൽ ആ എണ്ണയിലേക്കും കൂടെ ചേർത്ത് കൊടുക്കും മുളക് പൊടി അങ്ങ് കരിഞ്ഞു പോകാൻ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. നമുക്ക് എരിവിനായിട്ടുള്ള മുളക് പൊടി ഞാനൊരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കാശ്മീരി ചില്ലി പൗഡർ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ 1/4 ടീസ്പൂണല്ല മഞ്ഞൾപ്പൊടി മതി, മഞ്ഞൾപ്പൊടി ഒരു പേരിന് മതി കേട്ടോ. ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇത് കുറേ നാൾ ഒരു 2 മാസമൊക്കെ ഇരിക്കും കേട്ടോ. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ, പുറത്താണെങ്കിൽ അധികം ഒന്നും ഇരിക്കില്ല, ഒരാഴ്ച അത്രയൊക്കെ ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ച് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനി ആ മുളക് പൊടിയില്ല അതൊന്ന് റോസ്റ്റാക്കി എടുക്കണം, ചെറുതായിട്ട് ആ മാങ്ങയും കൂടെ മിക്സ് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്തോ, ഒരുപാട് മിക്സ് ചെയ്യേണ്ട. ഫസ്റ്റ് നമ്മളൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക, എന്നിട്ട് മാങ്ങയിലേക്ക് കൂടെ യോജിപ്പിച്ചിട്ട് മൊത്തത്തിൽ മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം മൊത്തത്തിലൊന്ന് മിക്സായി വന്നാൽ നമുക്ക് വിനാഗിരി ഇല്ലേ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് പുളിപ്പൊക്കെ എത്രയാണ് വേണ്ടത്, ഞാനിപ്പോൾ കുറഞ്ഞ അളവിലേ ചേർത്ത് കൊടുത്തുള്ളൂ. പുളിയൊക്കെ എത്രയാണ് വേണ്ടതെന്ന് അനുസരിച്ചിട്ട് നിങ്ങൾ വിനീഗർ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ബാക്കി ഞാൻ ചേർത്ത് കൊടുത്ത് പച്ചവെള്ളമാണ്, പിന്നെ ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് പുളി നല്ലോണം വേണമെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുക. അങ്ങനെ പിന്നെ
ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറേ നാൾ ഇരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് അധികം വിനാഗിരി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു അളവിൽ ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 മാസം വരെ കിടന്നു ഇല്ലാണ്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി കേട്ടോ, നമ്മളെ പിക്കിൾ റെഡി ആയിട്ടുണ്ട്. ഉപ്പ്, മധുരം, പുളി എല്ലാം നിങ്ങൾ കറക്റ്റ് ചെയ്തെടുക്കുക. നമുക്കിത് നല്ല മധുരം ഉള്ളതുകൊണ്ട് മാങ്ങ മധുരമുണ്ട്, പുളിയുണ്ട്, ഉപ്പുണ്ട് കേട്ടോ. ഇനി മധുരം ഒട്ടും ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാര അവസാനം ചേർത്ത് കൊടുക്കണേ, നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. പിന്നെ എന്താ, നമ്മുടെ തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞു വന്നു. അതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങയും കുറച്ച് ഒരു 1/2 കപ്പ് പുളിയില്ലാത്ത തൈരാട്ടോ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് പുളി കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ പുളിയുള്ള തൈര് എടുത്താൽ കുഴപ്പമില്ല. ഒരു 2 പച്ചമുളകും ആ ഒരു സമയത്തും കൂടെ ചേർത്ത് കൊടുക്കുക. അധികം എരിവില്ലാത്ത പച്ചമുളകാണ്, അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ ചേർത്ത് കൊടുത്താൽ. തേങ്ങ അരച്ചെടുക്കുന്ന സമയത്ത് അവസാനം ഒരു 1/4 ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂണെല്ലാം കടുകും കൂടെ ചേർത്ത് കൊടുക്കണേ. ആ ഒരു സമയം നമ്മൾ പച്ചടിയിലേക്ക് കടുക് ചേർത്ത് കൊടുക്കില്ല, അപ്പോൾ അതാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം കേട്ടോ. അത്രയേ ഉള്ളൂ പച്ചടി. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ചൂടാക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ചൂടാക്കൊന്നും വേണ്ട, അരപ്പങ്ങ് ചേർത്ത് കൊടുക്കുക, ഫ്ലെയിം ഓഫാക്കുക, നന്നായിട്ടൊന്ന് തക്കാളിയിൽ വന്നിട്ട് മിക്സ് ആക്കി എടുക്കുക. ഒരു കറി ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റാട്ടോ. അതും അതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും ഒരു മീൻ പൊരിച്ചതോ അല്ലെങ്കിൽ ഒരു ഉപ്പേരിയോ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ നമ്മൾ വെണ്ടക്ക കറിയില്ലേ, വെണ്ടക്ക ചെമ്മീൻ ആ ഒരു മിക്സ് നന്നായിട്ട് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ തേങ്ങ വറുത്തതില്ലേ, അതൊന്ന് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചു കൊടുത്തു, അത് ഒഴിച്ചു കൊടുത്തു. ഇനി കറി ഒന്ന് തിളച്ച് വരട്ടെ. ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സമയം ഞാനിതാ നമ്മൾ പപ്പായ ഒന്ന് വറവിട്ടെടുത്തു കേട്ടോ. ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടാണ് ഞാനൊന്ന് വറവിട്ടെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ അത് റെഡിയായി. പിന്നെ നമ്മൾ കാസ്റ്റേൺ പാൻ എപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കണം കേട്ടോ. കാരണം നമ്മൾ ഇരുമ്പിൻ്റെ കടായൊക്കെ അങ്ങനെ തന്നെയല്ല, ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയൊക്കെ ഇരുമ്പിളകുമല്ലോ. അപ്പോൾ അത് കുക്കിങ്ങിന് ഭയങ്കര യൂസ്ഫുള്ളാണ്. പക്ഷേ ഉണ്ടാക്കിയതിന് ശേഷം മാറ്റി വെക്കുക കേട്ടോ, നമ്മളെ ഹെൽത്തിനും ഭയങ്കര നല്ലതാണ്. ഇനിയിപ്പോൾ ഇതാ കുറച്ച് വെളിച്ചെണ്ണയിൽ ഞാൻ ചുവന്നുള്ളി കൂടെ കട്ട് ചെയ്തിട്ട് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ കറി ഒന്ന് വറവിട്ടെടുത്തു കേട്ടോ. അപ്പോൾ കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മീനുണ്ട് കേട്ടോ. ഞാൻ മീനില്ല എന്നാണ് വിചാരിച്ചത്. അപ്പോൾ നോക്കിയപ്പം കുറച്ച് അയല ഇരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ റഫീക്ക് ഉച്ചയ്ക്ക് വരും എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് അതൊരു 3-4 കഷ്ണം, നല്ല പീസൊന്നും ഇല്ല കേട്ടോ. തലേൻ്റെ പീസും 1-2 വാല് കഷ്ണമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ എടുത്ത ഐറ്റംസൊക്കെ ഒന്ന് തിരിച്ചെടുത്ത് വെക്കട്ടെ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കുക്കിങ്ങിൻ്റെ ഇടയിൽ പാത്രങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കഴുകുന്നുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് പാത്രം കഴുകാൻ എനിക്ക് താല്പര്യമില്ല, ഇഷ്ടമില്ല കേട്ടോ. അങ്ങനെ അപ്പോൾ ഇതാ എടുത്ത ഐറ്റംസ് എല്ലാം തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്തേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ട്, നമ്മൾ കടായി നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. അതിന് ശേഷം ഇതാ മീനും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. ഇങ്ങനെ കോമൺ മസാല കേട്ടോ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ലെമണും കൂടെ പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ലെമണോ വിനീഗറോ അല്ലെങ്കിൽ കുറച്ച് പുളി പിഴിഞ്ഞ് ഒഴിച്ചാലും മതി കേട്ടോ, നല്ല ടേസ്റ്റാണ് മീനിലേക്ക് അങ്ങനെ ചെയ്തെടുത്താൽ. പിന്നെ എന്താ പറയുക, ചിലരെല്ലാം പറയലുണ്ട് എങ്ങനെയാണ് രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാണ്. ഞാൻ എൻ്റെ അധിക വീഡിയോയിൽ ഇതിനുള്ള കാര്യങ്ങൾ പറയലും ഉണ്ട് കേട്ടോ. രാവിലെ എണീക്കാൻ നമ്മൾ തന്നെ വിചാരിക്കണേ. നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ മതി, നമ്മളെ ആവശ്യത്തിനുള്ള ഒരു ടൈം നമ്മൾ കണ്ടെത്തണം. നമുക്ക് വേണ്ടി കുറച്ച് ടൈമുകൾ നമുക്ക് കണ്ടെത്തണം. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു 8 മണിക്ക് എണീക്കുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് പോയിട്ട് ഒരു 4 മണിക്കൊന്നും എണീക്കരുത്. ഇതെനിക്ക് ശീലമുള്ളത് കൊണ്ടാട്ടോ ഞാനിങ്ങനെ എണീക്കുന്നത്. പിന്നെ നിങ്ങൾ ഒരു 8 മണിക്ക് എണീക്കുന്ന ആളാണെങ്കിൽ ആദ്യം ഒരു 7:30 എണീക്കുക, പിന്നെ ഒരു 7 മണിക്ക് ആക്കുക, പിന്നെ ഒരു 6:30 ആക്കുക, പിന്നെ ഒരു 6 മണി ആക്കുക. നിങ്ങൾക്ക് എത്ര ടൈമാണോ ആവശ്യം. അപ്പോൾ എണീക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, എന്ത് സമയം കിട്ടുന്നുണ്ട്, എന്ത് റിലാക്സ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പണിയെടുക്കുക എന്നുള്ളതല്ല കേട്ടോ, ഒരു അരമണിക്കൂർ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ആളുകളെല്ലാം എല്ലാവരും നമ്മളെ വീട്ടിലൊരു എണീക്കുന്നതിന് മുമ്പ് നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാം, ഒന്ന് ഫ്രഷ് ആവുക, നമ്മളെ ഹെൽത്തിനായിട്ടുള്ള എന്തെങ്കിലും ചെയ്യുക. ഇനിയിപ്പോൾ എന്താണ് നമുക്ക് ഇഷ്ടമുള്ളത് ആ കാര്യം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും പറ്റൂട്ടോ. ഒരു കുറച്ച് ഫ്രീ ടൈം കിട്ടിയതുപോലെ തോന്നും. മാത്രമല്ല നേരത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടല്ലേ ബാക്കിയുള്ള നമുക്ക് എപ്പോഴും ചിലർ പറയും ഒന്നിനും സമയം കിട്ടുന്നില്ല, നേരം വെളുക്കുന്നത് രാത്രിയാകുന്നതേ ഓർമ്മയുള്ളൂ. അങ്ങനെയുള്ളവരോടാണ് ഞാൻ സ്പെഷ്യലായിട്ട് പറയുന്നത് കേട്ടോ. നിങ്ങൾ സാധാ എണീക്കുന്നതിൽ നിന്ന് ഇപ്പോൾ എത്ര മണിക്കാണോ നിങ്ങളിപ്പോൾ 6 മണിക്ക് എണീക്കുന്ന സ്ഥിരമായിട്ട് എണീക്കുന്ന ഒരാളാണെങ്കിൽ ഒരു മണിക്കൂറൊന്ന് മാറ്റി പിടിക്കട്ടെ, ഒരു 5 മണിക്ക് അല്ലെങ്കിൽ ഒരു 5:30 ആക്കി നോക്ക്. നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം മനസ്സിലാവും കേട്ടോ. ആ ഒരു ടൈം നിങ്ങൾക്ക് കിട്ടുന്നതും മനസ്സിലാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ എൻ്റെ ഡെയിലി ക്ലീനിങ് എന്ന്
രാവിലെ നമ്മൾ ഒതുക്കിപ്പെറുക്കി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഒന്നും വലിച്ചു വാരി അങ്ങനെയൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ ഈ ഭാഗമാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ക്ലീനിങ്. നമ്മൾ ഈ വാഷ് ബേസിൻ്റെ അവിടെ വരെയുള്ള ക്ലീനിങ് തലേ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലീനിങ് ഒന്നല്ല, ഒന്ന് ഇതുപോലെ മാറാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് വരുമല്ലോ, ജസ്റ്റ് ഇങ്ങനെ ചൂല് കൊണ്ടൊന്ന് നോക്കിയിട്ട് ഇങ്ങനെ തട്ടിക്കൊടുക്കും. പിന്നെ ഇതാ ജനലൊക്കെ ഒന്ന് പൊക്കി, കർട്ടനൊക്കെ ഒന്ന് പൊക്കി, ജനലൊക്കെ ഒന്ന് തുറന്നിട്ടൊന്ന് തട്ടി, കർട്ടനൊക്കെ ഞാനിതുപോലെ ഒന്ന് പൊടി തട്ടി എടുക്കുകയും ചെയ്യുള്ളൂ കേട്ടോ. വല്ലാണ്ടൊന്നും ഉണ്ടാവില്ല, നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്തു പോയാലോ കേട്ടോ. അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി ഇങ്ങനെ നമ്മൾ ആ തട്ടുന്നത് ചൂലാണോ മാറാല തട്ടിന എന്താണെങ്കിലും അതൊന്നും ഇങ്ങനെ പോകുന്ന സമയത്തില്ലേ, അത് നമ്മൾ ടച്ച് ചെയ്യാണ്ടിടുന്നത് കൊണ്ടാണ് കേട്ടോ മാറാല വരുന്നതും പൊടി വരുന്നതൊക്കെ. നമ്മളിങ്ങനെ കൈ ഓടിക്കുന്ന സമയത്ത് വല്ലപ്പോഴൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പിന്നെ അത് വരാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും കേട്ടോ. നിങ്ങൾ ഈ തട്ടുന്ന സമയത്തില്ലേ, ഈ 8 കാലിൻ്റെ കുഞ്ഞു മക്കൾ കാണും, അതിനെയും കൂടെ തട്ടിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ലെങ്കിലാണ് പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്ക് അവിടെ മാറാല കാണാനായിട്ട് പറ്റും. പിന്നെ എനിക്ക് ഞാനെപ്പോഴും പറയുന്നുണ്ട്, ഈ ചൂല് കൊണ്ട് തട്ടുന്ന കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാനപ്പോൾ തട്ടാനായിട്ടൊരു ചൂല് വെച്ചിട്ടുള്ളത്, അടിച്ചു വരാൻ വേറെയും. അപ്പോൾ തട്ടുന്നത് എനിക്ക് നല്ല ഇഷ്ടം. ഇതിൻ്റെ മുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ജിപ്സത്തിൻ്റെ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റായിട്ട് തട്ടാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ മാറാല തട്ടിയാകുമ്പോൾ കുറച്ച് ഹാർഡായിട്ട് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നലുണ്ട് അങ്ങനെ. അപ്പോൾ ഇനിയിപ്പോൾ മൊത്തം ഒന്ന് അടിച്ചു വാരി കളഞ്ഞു. അതിന് ശേഷം ചെയറൊക്കെ ഒന്ന് ആ ഒരു ഏരിയയിലുള്ള ചെയറും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് എടുത്ത് വെക്കണം. ഇതൊന്നും നമ്മൾ എപ്പോഴും ചെയ്യുന്നതല്ലല്ലോ, ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നല്ല നീറ്റായിട്ട് തന്നെ ഇരുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, നമ്മളധികം കിച്ചണിൽ വർക്ക് ഏരിയയിലാട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുക. പിന്നെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂടെ എക്സ്ട്രാ ആളുണ്ടെങ്കിലൊക്കെ ഇങ്ങനെ ഡൈനിങ് ഹാളിലേക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ അധികം നമ്മളത് യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ പൊടികളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ അതൊക്കെ ഒന്ന് അവിടെ നിന്ന് എടുത്ത് മാറ്റി വെച്ചു. അതിൻ്റെ അടിഭാഗമൊക്കെ നല്ല ക്ലീനായിട്ട് തുടച്ചു. ഇനിയിപ്പോൾ മൊത്തം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്, താഴെ മാത്രമല്ല. പിന്നെ നമ്മൾ ഈ ക്ലീൻ ചെയ്യുന്ന ഈ ഒരു ഏരിയ അല്ലേ, ഇവിടെ ഒന്നുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് തുടക്കോട്ടെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഏരിയ കവർ ചെയ്ത് വരുന്ന സമയത്തല്ലേ വീട് മൊത്തം നല്ല നീറ്റായിട്ട് എപ്പോഴും ഇരിക്കും. അങ്ങനെ പിന്നെ കുറേ സമയം ഉണ്ടായിരുന്നു ഒന്ന് ഫ്രീ ആയിട്ട്. പിന്നെ വെള്ളിയാഴ്ച ആകുമ്പോൾ ഞാൻ എഡിറ്റിങ്ങിലും കാര്യത്തിലൊന്നും നിന്നിട്ടില്ല, നമുക്ക് ദുആ നിസ്കാരം കാര്യങ്ങൾ എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് റഫീഖ വന്നു. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഇന്ന് നല്ല നാടൻ കിടിലൻ ഫുഡുകളാണ് കേട്ടോ. അപ്പോൾ റഫീഖയ്ക്ക് ഇഷ്ടമാട്ടോ ഇങ്ങനത്തെ ഫുഡുകളൊക്കെ. ഇങ്ങനെ റഫീഖ ഉള്ളതുകൊണ്ടാട്ടോ നമ്മൾ ഇത്ര അധികമാക്കിയ കുറച്ചിങ്ങനെ ഐറ്റംസ് ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ്. നമ്മളിങ്ങനെ ഐറ്റംസൊക്കെ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കുമ്പോൾ വാഴയിലൊക്കെ വെട്ടിയിട്ട് അങ്ങനെ കഴിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ശരിക്കും വാഴയൊക്കെ കുരങ്ങൊക്കെ നശിപ്പിച്ചിട്ട് വാഴയിലൊന്നും ഇല്ല. ഇനിയിപ്പോൾ ആരോടെങ്കിലും പോയിട്ടൊക്കെ നമുക്ക് വാഴയില വാങ്ങിക്കാൻ കേട്ടോ. അപ്പോൾ അതിനൊന്നും ഇപ്പോൾ പറ്റലില്ല. അപ്പോൾ എനിക്ക് ഇഷ്ടമാട്ടോ അങ്ങനെ കുറച്ചധികമൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് അങ്ങനെ നമ്മളെ ഈ മറ്റേ കൊണ്ടാട്ടം മുളകൊക്കെ അല്ലേ, അതൊക്കെ സൈഡിൽ വെച്ചിട്ട് പപ്പടമൊക്കെ കൂട്ടിയാൽ നല്ലൊരു സദ്യ ഉണ്ട ഫീലിംഗ് കിട്ടും കേട്ടോ നമുക്ക്. മേലത്തെ കൊമ്പ് മേലത്തെ അതുകൊണ്ട് മുക്കത്ത് വേണ്ട. അത് മതി, കവറിട്ട് റഫീഖ ദാ
അങ്ങനെ റഫീക്കൊക്കെ പോയി കുറച്ച് സമയം ഞാനൊന്ന് കിടന്ന് ഉറങ്ങിപ്പോയിട്ടാ. അതിനുശേഷം ഇപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ ഇത് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചു. ഞാൻ മഗ്‌രിബിൻ്റെ കുറച്ച് മുമ്പ് ഒരു 5:45 5:30 ഉണ്ടാക്കുന്നതിനനുസരിച്ച് കേട്ടോ. എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടെങ്കിൽ വൈകിയ കിച്ചണിലേക്ക് വരുള്ളൂ. അങ്ങനെ ഇന്നിപ്പോൾ കറികളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും അത്രയും കറി എന്തിനാണ് ഉണ്ടാക്കുന്നത്. അത് തന്നെയാണ് കേട്ടോ രാത്രി യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ രാത്രി എടുക്കുന്നില്ലെങ്കിൽ അത് പിറ്റേ ദിവസം രാവിലെ യൂസ് ചെയ്യും. അങ്ങനെ കേട്ടോ. ഒരു ചമ്മന്തി പോലും നമ്മൾ വേസ്റ്റ് ആക്കിയിട്ട് കളയൂല. ചോറ് പിന്നെ ഉച്ചത്തേക്ക് കറക്റ്റായിട്ട് ഉണ്ടാക്കുള്ളൂ. അപ്പോൾ എന്തായാലും രാത്രി ചപ്പാത്തി മസ്റ്റാണ്. അങ്ങനെ ഞാൻ കുറച്ച് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചു, കുറച്ചെണ്ണം. ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്കൊരു ചെറിയൊരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കൊതി തോന്നിയിട്ട് നമ്മൾ എപ്പോഴൊന്നും ഉണ്ടാക്കൂല. അതിനായിട്ട് 2 എഗ്ഗ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 സവാള, ഒരു 2-3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടലമാവ് ചേർത്ത് കൊടുക്കട്ടെ. നമ്മൾ സവാളയ്ക്കനുസരിച്ച് കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കേണ്ടത്. നമ്മൾ പക്കവട ഉള്ളിവടയൊക്കെ ഉണ്ടാക്കൂലേ, അപ്പോൾ അതിൻ്റെ ഇങ്ങനെ എഗ്ഗ് വെച്ചിട്ട് ഒരു എഗ് ബജി എന്നൊക്കെ പറയില്ലേ, ആ ഒരു ടൈപ്പ് കിട്ടാം. നമ്മളിത് പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വന്നാൽ അങ്ങനെ പറയാതൊക്കെ പെട്ടെന്ന് വരില്ല, അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. പിന്നെ നമുക്കും തന്നെ മഴയൊക്കെ വരുമ്പോൾ കട്ടൻ ചായയൊക്കെ കൂട്ടിയിട്ട് ഇത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര സംഭവമൊന്നുമല്ല, പക്ഷേ കുട്ടികൾക്കൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ നമുക്ക് എപ്പോഴും ഓയിൽ ഫ്രൈ സംഭവം അല്ലെങ്കിലും വല്ലപ്പോഴൊക്കെ കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഈ ഒരു ഉള്ളിവടേൻ്റെ മാവാണ് കേട്ടോ. മറ്റേത് ഉള്ളിയും കടലമാവൊക്കെ കൂട്ടിയിട്ട് ഉപ്പും ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി അത് ചൂടായ തവയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഈ എഗ്ഗിൻ്റെ ആ ഒരു കഷ്ണമല്ലേ, അത് ഇങ്ങനെ ഉള്ളീൻ്റെ മിക്സിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് പുറത്തേക്ക് കണ്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ആക്കി ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഇട്ട് കൊടുക്കുക. 2 ഭാഗവും ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്ക് എടുത്ത് മാറ്റാം, അത്രയേ ഉള്ളൂ. പിന്നെ റഫീക്ക വീട്ടിലുണ്ടെങ്കിൽ വൈകുന്നേരം കട്ടൻ ചായക്ക് എന്തെങ്കിലും ചോദിക്കട്ടെ. ഞാൻ അടയില്ലേ നമ്മളെ, അത് ചക്ക കൊണ്ടുള്ള അട, അല്ലെങ്കിൽ ഇത് പഴംപൊരി, ഇങ്ങനത്തെയൊക്കെയാണ് റഫീക്കക്ക് ഇഷ്ടമായിട്ട്. ഇങ്ങനത്തെ ലൈറ്റായിട്ടുള്ള ചിക്കൻ റോള്, അങ്ങനത്തെ കട്ട്ലറ്റ് അതൊന്നും പറയില്ല കേട്ടോ. അതൊക്കെ നമ്മൾ ആരെങ്കിലും വരുമ്പോൾ അല്ലെങ്കിൽ ഞാൻ റെസിപ്പിക്ക് വേണ്ടിയിട്ട് അങ്ങനെ നോമ്പിന് ആ സമയത്തൊക്കെ കേട്ടോ നമ്മൾ ഉണ്ടാക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ആട്ടോ പറയാം. അധികവും പറയാം പഴംപൊരി, പഴം നിറച്ചത്, ഇതൊക്കെ ആട്ടോ പറയാം. പായസത്തിനും പറയും അങ്ങനെ. പിന്നെ അപ്പോൾ നമ്മൾ പക്കവട സവാള ബജി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റി. അങ്ങനെ ഞാൻ മൊത്തം ബാക്കിയുള്ളതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ റഫീഖാനെ വിളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാൽ വരും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, നമുക്കും അങ്ങനെ ഇഷ്ടമുള്ളത് കൊണ്ട് നമുക്കങ്ങനെ കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ വെള്ളം കുടിക്കും, കട്ടൻ ചായ ഒന്നും ആക്കലേ ഇല്ല. റഫീഖ് ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ ചായ കുടിക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ കുറച്ച് കട്ടൻ ചായയും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനും വാവയും കട്ടൻ ചായ കുടിക്കട്ടെ കേട്ടോ. ബാങ്ക് കൊടുക്കാനായിട്ടില്ല, കുറച്ചുകൂടെ സമയമുണ്ട്. പിന്നെ വലിയൊരു അധികം ഒരു പണിയില്ലാത്ത ദിവസമായിരുന്നു കേട്ടോ. രാവിലെയും ജസ്റ്റ് ഒന്ന് ഫ്രീ ആയിരുന്നു, കറിയൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല. പിന്നെ രാത്രിയിലേക്കും ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ കറിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ വലിയൊരു പണി ഇന്ന് ഉണ്ടായിട്ടുണ്ടായില്ല കേട്ടോ. ഇനിയിപ്പോൾ ബാങ്കൊക്കെ കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഞാൻ ബെഡിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് നിങ്ങൾ ആവശ്യമുള്ളവർ നോക്കിയിട്ട് വാങ്ങുക കേട്ടോ. വാങ്ങാൻ ആവശ്യമുള്ളവർ കൂപ്പൺ കോഡും കൂടെ യൂസ് ചെയ്തിട്ട് വാങ്ങിക്കോ. അടിപൊളിയാട്ടോ. ഞാനത് യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. റഫീഖക്ക് ഞാനത് വോയിസ് കൊടുക്കുന്ന സമയത്ത് നമ്മളത് യൂസ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ. നല്ല സുഖമുണ്ട്. ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ നല്ല മാറ്റമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ്, അതിങ്ങനെ കുഴിഞ്ഞു പോയിട്ടല്ല. ഞാൻ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കുഴിഞ്ഞു പോയിട്ടല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ നല്ല കിടന്ന് എണീറ്റപ്പോൾ തന്നെ നല്ല ഫ്രീ ആയിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക ആവശ്യമുള്ളവർ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.